മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് IBM, ഇൻഫോസിസ്, TCS പോലെയുള്ള വമ്പൻ കമ്പനികളിൽ ജോലി കിട്ടുമോ? ഇനി കിട്ടിയാലും ഈ കമ്പനികളിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയുമോ? ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. മലയാളത്തിലായിരുന്നു സകല കാര്യങ്ങളും. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള പ്രധാന വിഷയങ്ങളെല്ലാം ഞാൻ മലയാളത്തിലായിരുന്നു പഠിച്ചത്. അന്നൊക്കെ കമ്പ്യൂട്ടർ ഒരു സ്വപ്നം മാത്രമായിരുന്നു. എനിക്ക് IBM-ൽ ഞാൻ ജോലിക്ക് കയറിയ ആദ്യ നാളുകളിൽ എൻ്റെ കൊളീഗ്, പൂനെക്കാരനായ കൊളീഗ് എന്നോട് പറയുമായിരുന്നു, നിൻ്റെ ഈ വിശകലനം കേട്ട് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സമയം വേസ്റ്റാവും. ഇംഗ്ലീഷിൽ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ വളരെയധികം പാടുപെടുമായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് കേട്ട് ആരെങ്കിലും ചിരിക്കുമോ, എൻ്റെ മലയാളി ആക്സെൻറ്റ് മറ്റുള്ളവർക്കൊരു തമാശയാകുമോ എന്നുള്ളതെല്ലാം എൻ്റെ ഒരു ചിന്തകളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതുകൊണ്ടെല്ലാം മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ സൈലൻ്റ് ആകുമായിരുന്നു. പക്ഷെ കൂടെ ഞാൻ മനസ്സിലാക്കി, കോഡിങ്ങിന് ഭാഷയില്ല, ലോജിക്കിന് മലയാളമെന്നോ ഇംഗ്ലീഷെന്നോ വ്യത്യാസമില്ല. നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ആൾക്കാർ കേൾക്കാനുണ്ടാവും. പിന്നീട് ഞാൻ IBM എന്ന കമ്പനികൾ ഏകദേശം 3 വർഷത്തോളം ജോലി ചെയ്തു. ഈ 3 വർഷം എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നു. നമുക്ക് മലയാളം മീഡിയംകാർക്ക് IT-യിൽ വിജയിക്കാൻ ഞാൻ 3 കാര്യങ്ങളാണ് ചെയ്തത്. അതിവിടെ വിശദീകരിക്കാം. ഹായ്, ഞാൻ പറഞ്ഞ ഓഫർ ഇതാണ്. ഗൂഗിൾ ജെമിനി ജിയോ സിമ്മിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് 18 മന്ത്സിന് നമുക്ക് കിട്ടും. ജെമിനി പ്രോ പ്ലാനാണ്, 35,100 ആണ് വരുന്നത് 18 മന്ത്സിന്. അത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വരും. നമ്മുടെ ഭാഷയിൽ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ വന്നാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ അത് കേൾക്കാൻ ആളുണ്ടാവും. പിന്നെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ലിൽ മാസ്റ്റർ ആവുക. ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് എനിക്കറിയാം XSLT, ജാവ, XML, സ്ട്രറ്റ്സ് പോലെയുള്ള ടെക്നോളജി ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ AI അല്ലെങ്കിൽ ഗൂഗിൾ ഒന്നും നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നില്ല. നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ അത് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ആ ടെക്നിക്കൽ സ്കില്ലിൽ മാസ്റ്റർ ആയതോടെ ആൾക്കാർ എന്നെ കേൾക്കാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷ് സിനിമകളും പോഡ്കാസ്റ്റുകളും ഞാൻ എൻ്റെ ഫ്രീ ടൈമുകളിൽ യാത്രകളിലും ഇടവേളകളിലും കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് സ്വാഭാവികമായി മെച്ചപ്പെട്ടു. പിന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ച അതേ ഞാൻ ദുബായിലെ ഒരു പ്രമുഖ കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം തോംസൺ റോയിട്ടേഴ്സ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ കമ്പനികളിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റും പ്രോഡക്റ്റ് ടെക്നിക്കൽ ലീഡുമായി വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ, IT ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ കോൺഫിഡൻസോട് കൂടി പറയാൻ കഴിയും, ഭാഷ ഒരു തടസ്സമല്ല, അത് നമ്മുടെ ഒരു ടൂൾ മാത്രമാണ്. നിങ്ങളുടെ കഴിവിലാണ് ലോകം വിശ്വസിക്കുന്നത്. നമ്മൾ തോറ്റു കൊടുക്കാതെ നമ്മൾ സ്ഥിരോത്സാഹത്തോടെ ശ്രമിച്ചാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. താങ്ക് യു.